എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1833 ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായ ശ്രീമാൻ മമ്മൂട്ടിയുടെ 74ാം പിറന്നാളാണ്. അപ്പോൾ IFPH തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു താരത്തെ ആദരിക്കുക, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് ആശംസകൾ നേരുക എന്നുള്ളത് ഓരോ മലയാളിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നാം നിറവേറ്റിയേ പറ്റൂ. കാരണം കലാകാരന്മാരും വൈദ്യന്മാരും തന്നെയാണ് സമൂഹത്തിന്റെ രോഗം മാറ്റാൻ, സമൂഹത്തെ പുരോഗമിപ്പിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് കഴിയും. നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീമാൻ ഷാലു രാജനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ലവേഴ്സ്, നമ്മുടെ IFPHന്റെ 1833 ദിവസമായ ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ, നമ്മുടെ അഭിമാനമായിട്ടുള്ള ശ്രീ മമ്മൂക്കായുടെ ജന്മദിനം ആഘോഷിക്കുവാനാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടി വന്നിട്ടുള്ളത്. 1971 അനുഭവങ്ങൾ പാളിയറ്റുകൾ എന്ന സിനിമയിലൂടെ കടന്നു വന്ന് 50-ലേറെ വർഷമായിട്ട് ഇന്നും മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ശ്രീ മമ്മൂക്ക. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഇത്രയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ MR ഗോപകുമാർ സാറാണ്. നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാള സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. 1993 വിധേയൻ എന്ന സിനിമയിലെ അഭിനയത്തിന് കേരള ഗവൺമെന്റിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡും, അതുപോലെ തന്നെ 1999 ഗോപാലൻ നായരുടെ തടി എന്ന സിനിമയിലെ അഭിനയത്തിന് കേരള ഗവൺമെന്റിന്റെ മികച്ച രണ്ടാമത്തെ നടൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വെബിനാറിന്റെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഗോപകുമാർ സാറിനെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ആഘോഷത്തിന് ആശംസകൾ അറിയിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ IFPHന്റെ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. മികച്ച നേതൃപാടവത്തോടെ IFPHനെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്മായിൽ സേഠ് സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എത്രയും പ്രിയങ്കരിയായിട്ടുള്ള ചലച്ചിത്ര താരം ശ്രീമതി ഊർമിള ഉണ്ണിയാണ്. നിരവധി സിനിമകളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും മലയാളികളുടെ മനസ്സുകളുടെ നിറസാന്നിധ്യമാണ് ശ്രീമതി ഊർമിള മാമിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ പരീത് ബാബ സാർ നമ്മുടെ IFPHന്റെ സഹയാത്രികൻ കൂടിയാണ്. അദ്ദേഹം കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ജോയിന്റ് കമ്മീഷണർ കൂടിയായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ IFPHന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഷാജി കൂടിയാൻ, അതുപോലെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശനം നൽകുന്ന ഡോക്ടർ ഷൈല മാഡം, അതുപോലെ ഈ യോഗം മോഡറേറ്റ് ചെയ്യുന്ന മനോജ് ഡോക്ടർ, അതുപോലെ പ്രിയ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഗാനാഞ്ജലി അർപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഏവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇത് വിജയത്തിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി ശ്രീ ഷാലു രാജൻ. നമ്മുടെ അതിഥികൾ രണ്ടുപേർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ MR ഗോപകുമാർ സാർ കൊല്ലത്തൊരു പ്രോഗ്രാമിന് പങ്കെടുത്ത് തിരിച്ചു വരുന്ന വഴി കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയിട്ടില്ല. അതുപോലെ ഊർമിള ഉണ്ട് മാഡം സുഖമില്ലാതിരിക്കുകയാണ്. മാഡത്തെ വരും തോന്നുന്നില്ല. എന്തായാലും ഗോപകുമാർ സാർ ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ പരിപാടിക്ക് ഒരിക്കലും എന്തായാലും 1834 ദിവസമായി മുടക്കമില്ലാത്തതുകൊണ്ട് ഇവിടെയും മുടക്കമില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നമ്മുടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാറിനെ നമുക്ക് തിരിച്ച് പ്രോഗ്രാം ഷെഡ്യൂൾ മാറ്റാം, അത്രേ ഉള്ളൂ. ആശംസകൾ പറയാൻ ഇസ്മായിൽ സേഠ് സാറിനെ കുറിച്ച് പറയാൻ അറിയാമല്ലോ. നമ്മുടെ ഹോമിയോപ്പതി രംഗത്തെ ഒരു പ്രേംനസീറാണ് ഇസ്മായിൽ സേഠ് സാറിന് പറയേണ്ടി വരും. കാരണം ഇത്രയധികം ജനറസ് ആയിട്ടുള്ള, വിശാല മനസ്കരായിട്ടുള്ള, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയെ ലോകത്ത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഡോക്ടർമാരിൽ തന്നെ പ്രേംനസീർ എന്ന് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല വിളിക്കാം. സേഠ് സാറിനെ യാതൊരു ക്ഷണിക്കും. സാർ നമസ്കാരം. മമ്മൂക്കാട് എണ്ണക്കടയിലെ മമ്മൂക്കാന്റെ ജനുവന ആഘോഷിക്കാൻ പോവുകയാണ്. ഞാൻ എല്ലാവരും പറഞ്ഞു എന്നെക്കാളും പ്രായമാണ്, പക്ഷെ സത്യത്തിൽ എന്നെക്കാളും 4 വയസ്സിന് ഇളയതാണ് മമ്മൂക്ക. സമാനമായി. അനിയനെ വിളിക്കാം, ചേട്ടനെ വിളിക്കാം, അനിയനെ വിളിക്കാം. മമ്മൂക്കായുടെ അഭിനയ പാഠം നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. മോഹൻലാലാണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും
രണ്ട് തരത്തിലാണ് അവർ അഭിനയ പാഠവും തെളിയിച്ചിരിക്കുന്നത്. മമ്മൂക്കായെ പോലെ അഭിനയിക്കാൻ മോഹൻലാലിനും പറ്റില്ല, മോഹൻലാലിനെ പോലെ അഭിനയിക്കാൻ മമ്മൂക്കയ്ക്കും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. മറ്റു പലർക്കും പറ്റുമെങ്കിലും ഇവര് ആ ശരിയായ അഭിനയ പാഠവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മമ്മൂക്കാനെ പോലെ അഭിനയിക്കാൻ മോഹൻലാലിന് ഒരിക്കലും പറ്റില്ല. മോഹൻലാലിനെ പോലെ ഞാൻ തോട് ഉള്ള നടത്തവും മറ്റൊന്നും മമ്മൂക്കും പറ്റില്ല. മമ്മൂക്കൊക്കെ പറ്റുന്നത് വേറെ നടത്തമാണ്. രണ്ടുപേരെയും കളിയാക്കാൻ വേണ്ടി ചില ആളുകൾ പറയാറുണ്ട്, നടത്തം കാണിച്ചിട്ട് മമ്മൂക്കയുടെ നടത്തം ഇങ്ങനെയാണെന്നും മോഹൻലാൽ നടത്തം ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് തമാശയായിട്ട്. അതൊക്കെ നമുക്ക് ആരെയും തമാശ പറയാല്ലേ. ഇപ്പൊ പ്രസിഡന്റിനെ ഒഴിച്ചാൽ എല്ലാരെയും ഇന്ത്യയിൽ പറയാം, കളിയാക്കാം. പ്രസിഡന്റിനെ കളിയാക്കാൻ പാടില്ല. അതൊരു മാനവട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായാലും. അല്ലെങ്കിൽ പ്രസിഡന്റിനെയും കളിയാക്കുമായിരുന്നു നമ്മുടെ ശൈലി അതാണ്. ആരെ കളിയാക്കുക എന്നുള്ളത് നമ്മുടെ ശൈലി. ഒരു പ്രസിഡന്റിനെ കളിയാക്കാൻ പാടില്ലാതെ പ്രത്യേക ഒരു ശാസ്ത്രമുള്ളതുകൊണ്ട് അത് മാത്രം നടക്കുന്നില്ല, ബാക്കിയെല്ലാം നടക്കുന്നത്. മമ്മൂട്ടി മുഹമ്മദ് കുട്ടി മമ്മൂക്ക അദ്ദേഹത്തിന്റെ 73-ാമത്തെ അല്ലേ 73-ാമല്ലേ പിറന്നാള്? 74 അല്ലേ? 73 കഴിഞ്ഞ് 74 പിറന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും ഉണ്ടാകട്ടെ എന്നും ഇനിയും വളരെ നാളുകൾ സിനിമാ ഫീൽഡിൽ നിൽക്കട്ടെ എന്നും ആശംസിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു അനിയൻ്റെ മോനെ കല്യാണത്തിൽ എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ നമുക്ക് മൂലക്ക് മാറി നിൽക്കുകയാണ്. ഞാൻ അടുത്ത് പോയി കൈ കൊടുത്ത് സംസാരിച്ചു. ഈ പ്രത്യേകം ഒന്നും കാണിച്ചില്ല പുള്ളി. ഒരാളൊന്ന് കൈ തന്നല്ലാതെ വേറെ ഒന്നും കാണിച്ചിട്ടില്ല. അത് മാറി നിൽക്കുകയായിരുന്നു, ഇങ്ങനെ മുണ്ട് കൊടുത്തിട്ട് മാറി നിൽക്കുകയായിരുന്നു. മമ്മൂക്കയുടെ അനിയൻ്റെ മകളുടെ കല്യാണമായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ബന്ധുക്കൂടെയായിരുന്നു. അങ്ങനെയാണ് എന്നെ ക്ഷണിച്ചത്. അത് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആകില്ല, ഞാൻ എറണാകുളത്ത് പോയിരുന്നു. കണ്ട് എല്ലാവരെയും കാണുകയും പിടിക്കുകയും പിന്നെ ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല. നേരിട്ട് കണ്ടിട്ട് ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ള പലരും മരിച്ചുപോയ പ്രേംനസീറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അതിനെ പിടിച്ചിട്ട് സത്യനെ കണ്ടിട്ടുണ്ട്. സത്യനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പ്രേംനസീറിനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനെ ഒരു ചെറിയൊരു അഭിനാതാവായിരുന്നു. ഈ പ്രേംനസീറിനെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി തിക്കുറിശിയും അച്ഛനും കൂടിയാണ് ആലോചിച്ചത്. അപ്പോൾ എപ്പോഴും വന്ന് പ്രേംനസീറിനെ വന്ന് കാണാൻ വേണ്ടി വരുമ്പോഴും അച്ഛൻ പറഞ്ഞു, തിക്കുറിശി ഈ പയ്യനെ കൊള്ളല്ലോ, അത് മാറ്റാവോ? അത് പയ്യനില്ല, ആളില്ല, ഇങ്ങനെ ഒത്തുപോലെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, അതിനകത്ത് ഒരുപാട് സത്യമുണ്ട്, വലിയ നടനായി മാറാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെയാണ് അന്ന് വീട്ടിൽ വിളിച്ചിട്ട് ആദ്യമായിട്ട് കൃഷി ചാൻസ് കൊടുപ്പിക്കുന്നത് പ്രേംനസീറിന്. അത് ചരിത്രം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു 10-15 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജീവനവ, അവൻ ഉണരുന്നു, ജനോവ MGR-ന്റെ കൂടെ അഭിനയിച്ചത്. MGR അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ 2-3 സിനിമ അഭിനയിച്ചിട്ടുണ്ട് പ്രേംനസീറിൻ്റെ കൂടെ. അപ്പോൾ പ്രേംനസീറിൻ്റെ ജന്മദിനത്തേക്ക് വിളിക്കുമായിരുന്നു, അച്ഛൻ പോകുമായിരുന്നു. വലിയ കാര്യമായിരുന്നു. സത്യൻ്റെ ഒരു പെങ്ങളുടെ മകളുടെ ഒരു കടയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ സ്റ്റാച്യു റോഡിൽ വാടകയ്ക്കെടുത്ത് ഫാക്ഷൻ ഷോ നടത്തിയിരുന്നത്. ടൂട്ടസ് ലൈൻ എന്ന് പറയും. സെക്രട്ടേറിയറ്റിൽ നിന്ന് നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ആദ്യത്തെ റൈറ്റ് ഹാൻഡിൻ്റെ തുടക്കത്തിലാണ് ഞാൻ കട ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ പെങ്ങളുടെ വീടുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. മമ്മൂക്കയുടെ കാര്യത്തിൽ അത്രയും അഭിനയ പാഠമുള്ള വ്യക്തി വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ശൈലി വേറെ ഒന്നാണ്, മമ്മൂക്കയുടെ ശൈലി വേറെ ഒന്നാണ്. ഒരിക്കലും മമ്മൂക്കായ്ക്ക് മോഹൻലാലും ആകാൻ പറ്റില്ല, മോഹൻലാലും മമ്മൂക്കായും ആകാൻ പറ്റില്ല. രണ്ട് സൈഡാണ്, രണ്ട് രീതിയാണ്. ഞാൻ വളരെ വിശകലനം ചെയ്ത് പഠിച്ചിട്ടുണ്ട് അക്കാര്യം. മമ്മൂക്കയുടെ ചെറിയ ചലനമൊന്നും പോലും മോഹൻലാലിന് പറ്റില്ല. മോഹൻലാൽ ചെല്ലും
മമ്മൂക്കും പറ്റില്ല. രണ്ടും രണ്ട് തരമാണ്. അവർ രണ്ടുപേരും നമ്മുടെ അഭിമാനങ്ങളാണ് ഇന്ത്യൻ ഫീൽഡിൽ. അത് നമ്മുടെ മലയാളിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനും അറിയപ്പെടുന്നതാണ്. ഇതിപ്പം പല സിനിമകളും ഹിന്ദിയിൽ എടുക്കുന്നുണ്ട്, തമിഴിൽ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം ഒരുപാടുണ്ട് ഇവിടെ. നമുക്ക് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് വേണ്ട ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. ആശംസകൾ IPHന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൂടെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ മനോജിനെ ഏർപ്പാട് ചെയ്യാണ്. ഞങ്ങളുടെ രീതിയിലുള്ള എല്ലാ ആശംസകളും, എൻ്റെ പ്രത്യേക ആശംസ അദ്ദേഹത്തിന് എഴുതി കൊടുത്തയക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ശരി സാർ. ഓക്കെ, അങ്ങ് പറഞ്ഞ പോലെ നമുക്കറിയാം ഹോമിയോപ്പതി നോ സെറോഗേഷൻ ഹോമിയോപ്പതി, ഒരു മരുന്നിന് പകരം വേറെ മരുന്ന് ആകുന്നില്ല എന്നുള്ളത് തന്നെ സാറ് പറഞ്ഞതും. രണ്ടും വളരെ വ്യത്യസ്തങ്ങളെ കഥാപാത്രങ്ങൾ എന്ന് നമുക്കറിയാം. പൊന്തന്മാരുടെയും ഭാസ്കര പട്ടേലരും എന്തൊരു വൈരുദ്ധ്യമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചന്തുവും സേതുരാമയ്യരും ഇപ്പം ചതയജനമാണ്. നാരായണഗുരു പറഞ്ഞ പോലെയാണ്, ഓരോന്ന് വേഷങ്ങളാണ്, ആർക്കും എങ്ങനെയാണ് ആകാം, എല്ലാം മനുഷ്യനാണ് എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുന്നതാണ് ശ്രീമാൻ മമ്മൂട്ടിയുടെ പ്രകടനം. നമുക്ക് പരീത് സാറിലേക്ക് പോകാം. പരീത് സാറേ, അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? ആശംസകൾ അർപ്പിക്കാനായിട്ട് അൺമ്യൂട്ട് ചെയ്യാം സാറേ. ആരായി മേടിക്കണ വയസ്സിൽ അബ്ദുൽസലാമാണ്. അബ്ദുൽസലാമാണ്. ഞാൻ മനസ്സിലാക്കില്ല കേട്ടോ. അത് പുതിയൊരാൾ ഇരിക്കണമെന്ന് തോന്നി എനിക്ക്. പേര് പിന്നെയും വായിച്ചത്. ദൈവത്തിന് സ്തുതി. ഞങ്ങളെ കാണാനൊക്കെ വന്നല്ലോ. ഇനിയും ആയുസ് വളരെ നീട്ടി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കേൾക്കാമോ? അപ്പം ഞാനത് എനിക്ക് മുമ്പിൽ ധാരാളം പ്രസംഗകർ, അതായത് നമ്മുടെ ഉദ്ഘാടകന്, നമ്മുടെ സേഠ് സാറ്, പിന്നെ ഊർമിള ഉണ്ണി, ഇവരെല്ലാം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിന് 2 സെൻറ്റൻസ് പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. പിന്നെ സേഠ് സാറ് ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ശരിയായ രീതിയിൽ പിന്നെ ഡിസ്കോഴ്സ് വിവരിക്കുകയും ചെയ്യും. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മുടെ ആദ്യം ഞാനതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനോജിനെയാണ്. മനോജ് എന്നെ തന്നെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് തന്നെ വിളിച്ചു, മറന്നു പോകല്ലേ എന്ന്. അപ്പം മനോജ് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ അതെല്ലാം ഈ ജനറലായിട്ടുള്ള പ്രോഗ്രാംസ് നടത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. ഞാനും മനോജും കൂടെ 1-2 പേരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഇബ്രാഹിം കുട്ടി, മമ്മൂക്കാടെ അനിയനുമായിട്ട്. ഇപ്പം പുള്ളി ഒരു പ്രാവശ്യം നമ്മുടെ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ് ഞാൻ ഒരു ശരിയല്ലല്ലോ ഇതിനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ, എന്നാൽ ഇതിനെ ഇപ്രാവശ്യത്തെ ഒഴിവാക്കി ഞാൻ വേറെ എന്തൊക്കെ പരിപാടിക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ പിന്നെ അതിൻ്റെ എഫർട്ട് നന്നായിട്ട് ഭയങ്കര എഫർട്ടാണ് ശരിക്കും പറഞ്ഞാൽ മനോജ് എടുത്തിട്ടുള്ളത്. ഈ പരിപാടി നമ്മൾ കാര്യമില്ലെന്ന് നമ്മൾ കലാപരിപാടികളുടെ സംഗതി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഉണ്ടാവുമല്ലോ. കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്താ. ഇതാണ് എനിക്ക് ഭയം. ഇതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നെറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകും. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ മമ്മൂക്കായെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു താരപ്രൊഫൈൽ മുങ്ങി നിൽക്കുന്ന ഒരു താരമായിട്ട് മാത്രം നമുക്ക് കാണേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അതിനതീതമായി കരുണയും മനുഷ്യത്വവും നിഷ്കളങ്കതയും നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമ കൂടെയാണ്. അതായത് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ അങ്ങനെ നമുക്ക് പ്രയോജനപ്രദമായ, സൊസൈറ്റിക്ക് പ്രയോജനപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ, വളരെ നിഷ്പ്രഭമായി, പബ്ലിസിറ്റി ഇല്ലാതെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് ഈ താര രാജാവെന്ന് തന്നെ പറയാം. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും വിലയിരുത്തേണ്ട കാര്യമില്ല. വൈവിധ്യം നിറഞ്ഞ അനേകം, അതായത് 400-ൽ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 3 നാഷണൽ അവാർഡും മറ്റ് ധാരാളം പിന്നെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കൂടാതെ മറ്റനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്
ലഭിച്ചിട്ടുണ്ട്. കർഷകൻ മുതൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആൾക്കാരുടെ വരെ കഥാപാത്രങ്ങളെ ജീവൻ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വൈവിധ്യം നിറഞ്ഞ ധാരാളം കഥാപാത്രങ്ങൾക്ക് ഈ 400 ചിത്രങ്ങളിലൂടെ, ഇത് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഒരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, സിനിമയിലേക്ക് ബൗദ്ധിക ഗൗരവം കൊണ്ടുവന്ന വ്യക്തിയാണ് മമ്മൂട്ടി. ഗവേഷകനെ പോലെ തയ്യാറെടുക്കുകയും കവിയെ പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. വളരെ പ്രസക്തമായ ഒരു വിലയിരുത്തലാണ്. പിന്നെ കൂടുതലായിട്ട് പറഞ്ഞാൽ മാന്യതയുള്ള ഒരു പൊതുജീവിതം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. കൂടുതൽ പ്രശ്നങ്ങളിലൊന്നും എടുത്ത് ചാടാതെ വളരെ മാന്യമായിട്ട് ജീവിതം വളരെ കൺട്രോൾ ചെയ്ത് ആണ് അദ്ദേഹം കഴിയുന്നത്. ചലച്ചിത്രകാരൻ CS വെങ്കടേശൻ അഭിപ്രായപ്പെട്ടു, അദ്ദേഹം സൂപ്പർ സ്റ്റാർഡത്തിൻ്റെ ഭാരം ഏറ്റെടുത്തിട്ടും അതിൽ മനുഷ്യത്വം തകരാതെ മുന്നേറിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഈ വെങ്കടേശൻ ചലച്ചിത്ര രൂപകൻ അഭിപ്രായപ്പെട്ടത്. പിന്നെ പറയാനുള്ള കരുണയുടെ ചാരിറ്റി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ സിനിമാ താരം ഒരിക്കൽ പറയുകയുണ്ടായി, മമ്മൂട്ടി ഒരിക്കലും തൻ്റെ സേവനങ്ങളെ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ജീവിതങ്ങൾ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ശ്രീനിവാസൻ. വളരെ ശരിയാണ്. വളരെ എനിക്കും വളരെ അടുത്തറിയാവുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ്. പബ്ലിസിറ്റിക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നേയില്ല ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ. പിന്നെയുള്ളത് നമ്മൾ പറഞ്ഞാൽ ജീവിതശൈലിയിലുള്ള നിയന്ത്രണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അത് ഒരു പ്രത്യേകത തന്നെയാണ്. സംവിധായകൻ ബ്ലസ്സി ഒരിക്കൽ പറയുകയുണ്ടായി, പൊതുമുഖത്തിൻ്റെ ഉത്സാഹവും, അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ഉത്സാഹവും അനുഭവത്തിൻ്റെ ജ്ഞാനവും ഒരുമിച്ച് കൊണ്ടുവരുന്ന വ്യക്തിയാണ് മമ്മൂട്ടി എന്നാണ് അഭിനയത്തെക്കുറിച്ച് ബ്ലസ്സി പറഞ്ഞത്. പ്രിയദർശൻ പറഞ്ഞു, മമ്മൂട്ടി നമ്മുടെ ഒരു മലയാള നടൻ മാത്രമല്ല, അദ്ദേഹം നമ്മുടെ നാടിൻ്റെ അഭിമാനം കൂടെ ആണെന്നാണ് പ്രിയദർശൻ്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യങ്ങളുടെ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ധാരാളം പറയാനുണ്ട് താനും. ഇങ്ങനെയാണ് കാര്യങ്ങൾക്ക്. മമ്മൂക്കയ്ക്ക് ഇന്ന് ഒരു വയസ്സുകൂടി പൂർത്തിയാകുമ്പോഴും താരപ്രതിഭയും മാന്യതയും സേവനങ്ങൾക്ക് മൗന്യവും ജീവിതത്തിന് ഗൗരവവും നൽകിക്കൊണ്ട് ഉള്ള സന്ദേശം അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെള്ളിത്തിരയിൽ മാത്രമല്ല, ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ടും മൂല്യങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ടും അദ്ദേഹം ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യത്വം, അദ്ദേഹത്തിന് ചെറിയ അടുത്ത കാലത്ത് ചെറിയ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊക്കെ പൂർണ്ണമായി ഭേദമായി നമുക്ക് വീണ്ടും കാണാൻ ഇടപെടാൻ മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു. നന്ദി സാർ. സാറ് പറഞ്ഞ പോലെ ഒരു ട്രൂ പ്രൊഫഷണൽ ആണ്, അതാണ് പ്രത്യേകത. ഒരു സിനിമാ താരം എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം, സ്റ്റാർഡം എങ്ങനെ കീപ്പ് ചെയ്യണം, വളരെ നന്നായിട്ട് അതിൽ നിന്ന് ഒരുപാട് കണ്ടുപിടിച്ചു നോക്കാനായിട്ട് പ്രധാനം. പിന്നെ പുരന്ദരദാസ് പറഞ്ഞ ഉന്നതോന്നത മഹിമ എന്ന് പറയാറുണ്ട്, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. നമുക്കിനി ഗാനങ്ങളിലേക്ക് കടക്കാം. കാരണം നമ്മുടെ ആദരണീയ ഗായകർ, നമ്മുടെ എല്ലാ അഭിമാനമായ അബ്ദുൽ ഗഫൂർ സാറിനെ ആദ്യം ക്ഷണിക്കാം. സാർ പ്ലീസ്. ഓക്കെ, കേൾക്കാവാ? കേൾക്കാം സാർ, കേൾക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഈ 1834 എപ്പിസോഡാണല്ലേ? അതെ സാർ, അതെ. ഗംഭീരമായ വിജയത്തിന്റെ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ്.
അപ്പോ ഞാൻ ഇനി ഒരു പാട്ടിലേക്ക് കടക്കാം. ഞാൻ രാക്കുയിലും രാഗസദസ്സിൽ എന്ന ചിത്രത്തിന് വേണ്ടി രമേശ് നായർ രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഒരു ഗാനമാണ്. അവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടാം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണെപ്പോഴും ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണെപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. താങ്ക് യു. വളരെ നന്നായിട്ട് സാർ. കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി ക്ഷമയാ ധരിത്രി. വളരെ ഭംഗിയായിട്ടുണ്ട്. അടുത്ത ആളിലേക്ക് പോകാം. ഡോക്ടർ ഷീബ. മമ്മൂട്ടിയും ശ്രീമതി ഊർമിള ഉണ്ണി അഭിനയ സിനിമയാണെന്ന് തോന്നുന്നു. ഡോക്ടർ ഷീബ റാണി അൺമ്യൂട്ട് ചെയ്യാമോ? നെറ്റ് പ്രോബ്ലം ഒന്നുമല്ലോ. ഡോക്ടർ ഷീബ റാണി. ഡോക്ടർ സുഹാസിനിയാണ് നായിക. അതല്ല, ഇവരുണ്ടായിരുന്നല്ലോ. അതല്ല, ആ സിനിമയിലെ കാര്യമല്ല പറഞ്ഞത്, അടുത്ത സിനിമയിലെ കാര്യം. ഷീബ റാണി പാടുന്ന സിനിമയിലെ പാട്ടിനെ കുറിച്ചാ പറഞ്ഞത്. ഷീബ റാണി ഡോക്ടർ നെറ്റ് പോയി. ഡോക്ടറെ കേൾക്കാം. ഹലോ, കേൾക്കാം. കേൾക്കാമോ സാറേ? തീർച്ചയായും പഠിക്കോളൂ. ആദ്യമായി തന്നെ മലയാളത്തിന്റെ മഹാനടന് അദ്ദേഹത്തിന്റെ 74ാം പിറന്നാളിന് എന്റെ ആശംസകൾ. ഞാനൊന്ന് പാട്ട് എടുത്തോട്ടെ സാറേ? എടുത്തോളൂ, തീർച്ചയായിട്ടും. നമ്മൾ ഉദ്ഘാടകൻ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്, കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. വളരെ വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ? കേൾക്കാമോ സർ? ഓ, കേൾക്കാം. വളരെ വിളക്ക്
കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, മാനത്തു നിങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. കേൾക്കുന്നില്ലേ സർ? കേൾക്കാം കേൾക്കാം, പാടിക്കോളൂ. കേൾക്കാം. ആ മ്യൂസിക് എന്തോന്നു. ഇപ്പൊ കേൾക്കുന്നില്ലോ ശിവയെ, പാടിക്കോ. ഓക്കെ മാഡം. മുടിയെഴുതും കാതിരുമ്പോഴൊത്ത് മ്യൂസിക് കേൾക്കത്തില്ല, അതാണ്. മ്യൂസിക് ഇല്ല, പാടിയാൽ മതി. കാതിരുമ്പൊത്ത് മുടിയെഴുതും കാതിരുമ്പോഴൊത്ത് ശംഖു കടഞ്ഞ കഴുത്തെഴുതും മാറത്തു മാമ്പുഴങ്ങും മാറത്തു മാമ്പുള്ളിപ്പോർ ചുണങ്ങും, മാനത്തു നിങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. കേൾക്കാമോ? ഉവ്വ. മ്യൂസിക് കേൾക്കാൻ പറ്റൂല, പാടുന്ന കേൾക്കാം. മ്യൂസിക് കേൾക്കാൻ പറ്റുന്നില്ല. അതെ അതെ അതെ. അതങ്ങനെയാണ്, മ്യൂസിക് ശരിയാവുന്നില്ല. കേൾക്കാൻ പറ്റില്ല, അതങ്ങനെയാണ്. ഗഫൂർ സാർ എന്ന മ്യൂസിക്കിലാ പാടിയോണ്ട് നന്നായിരുന്നു. അതെ. ഒരു കാര്യം ഷീബ, മ്യൂസിക് ഇല്ലാതെ ഒന്നുകൂടെ പാടാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ അടുത്ത റൗണ്ടിലേക്ക് വരാം. ഓക്കെ. മ്യൂസിക് ഇല്ലാതെ പാടാം. അതെ നന്നായി പാടുന്നുണ്ട്, മ്യൂസിക്കിന്റെ അതെ, പ്രശ്നമേ മ്യൂസിക് ഉള്ളൂ. ഇല്ലാതെ അതില്ലാതെ ലൈൻസ് പാടിയാൽ മാത്രം പാടിയാൽ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സുനിലിലേക്ക് പോയിട്ട് അപ്പഴത്തേക്ക് നെക്സ്റ്റ് റെഡി ആകും. പാടുന്ന അത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ സർ. ഓക്കെ, ഒന്ന് റെഡി ആകുക. സുനിലേക്ക് പോടാം. സുനിൽ. ശരി ശരി. Okay. മുത്തശ്ശി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയൊരു പഴയ പാട്ട്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഏതു പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗകൽപ്പനയിൽ നീ മുഴുകുന്നു, വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ, ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു, സഖി ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ശ്രാവണ
നിശീധിനി തൻ പൂവനം തളർത്തു പാതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു വിഫലമായ മധുവിധുവായി വിരഹശോക സ്മരണകളാൽ അകലയൻ കിനാക്കളുമായി ഞാനിരിക്കുന്നു സഖി, ഞാനിരിക്കുന്നു ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. താങ്ക് യു. എല്ലാവരും സസന്ദേഹം അലങ്കാരമാണ് പ്രയോഗത്തിൽ രണ്ടു പാട്ടിലും. ശ്രീപരാണിലേക്ക് പോകണം. ശ്രീപരാണി, മാനത്തങ്ങൾ വന്നതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ? അല്ലേ? ഓക്കെ, വീണ്ടും അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടർ ശ്രീപരാ. ഓക്കെ സർ. ആ കേൾക്കാവോ സർ? കേൾക്കാം. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ? കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ? മാനത്തു നിൽക്കാനും വന്നതാണോ, മാനത്തു നിൽക്കാനും വന്നതാണോ? കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? ആരിരുളൊത്ത മുടിയെഴുതും ആരിരുന്നോടൊത്ത ആരിരുളൊത്ത മുടിയെഴുതും ആരിരുന്നോടൊത്ത മാമ്പുള്ളി പോർച്ചുണങ്ങും മാനത്തു നിങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? നാഗത്തളയിട്ട് പാൽവടിവും ചുവത്ത ചീകോന്റെ മേൽക്കും ചുവത്ത ചീകോന്റെ മേൽക്കും നിറഞ്ഞു നിൽക്കും അംഗത്തലയുള്ളത് വീരനരോ? മാനത്തു നിങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? കളരി വിളക്ക് തെളിഞ്ഞതാണോ, കുന്നമരം പൂത്തുലഞ്ഞതാണോ? താങ്ക് യു. വളരെ നന്നായിരുന്നു. കെ ദേവകുമാറിന്റെ മനോഹര താങ്ക് യു. രചന, ബോംബെ രവിയുടെ സംഗീതം, എല്ലാം കൊണ്ടും നല്ലൊരു സദ്യ തന്നെയായിരുന്നു ആ സിനിമ എന്ന് പറയാം.
കുര്യൻ ഗുരുവിടെ സാറിലേക്ക് പോകാം. താങ്ക് യു സർ. കുര്യൻ സാറേ അൺമ്യൂട്ട് ചെയ്യാമോ? കുര്യൻ ഗുരുള്ള സാർ, കുര്യൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ പഴയ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് സാർ. അൺമ്യൂട്ട് ചെയ്യണേ. വളരെ മനോഹരമായുള്ള ആലാപന ശൈലിയാണ്. കുര്യൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഇപ്പൊ കർഷക അവാർഡൂടെ നേടിയിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്യണേ. താഴെ ഒരു മൈക്ക് സിമ്പൽ ഉണ്ട്, സാർ തൊട്ടാൽ മതി. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? മൊബൈൽ അതിന്റെ താഴെയായിട്ട് ഒരു മൈക്ക് സിമ്പലാണ്, അവിടെ തൊട്ടാൽ മതി. സാറ് കോഹോസ്റ്റ് ആണ്, സാറ് ചെയ്യാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാം. പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ. സാറേ മൊബൈൽ അതിന്റെ താഴെ അറ്റത്തായിട്ട് ഒരു മൈക്ക് സിമ്പലാണ് സാറേ. ഇന്ന് ചന്ദ്രഗ്രഹണമാണ് കേട്ടോ. ആ, ഏറ്റവും കൂടുതൽ ഇറങ്ങി കാണണേ. നിറ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. yes sir. സാറേ പറ്റുന്നില്ലേ? നമുക്ക് കപൂർ സാറിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് കുര്യൻ സാറിലേക്ക് വരാം. സാറേ റെഡിയാണോ? ഇനി പാട്ടുണ്ടോ? ഓക്കെ അല്ലേ, കേക്കാലോ? കേൾക്കാം സാറേ, കേൾക്കാം. ഒരു പണിയാം. ആ, അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി ഓക്കെ. കൈതപ്രം രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി ശങ്കരാഭരണം രാഗത്തില് പാടിയ ഗാനമാണ്. വെണ്ണില ചന്ദന ചിഹ്നം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്ന് കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം. പീലി നീർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കണ്ണാരം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വിളമ്പാം, ചക്കരമാവിൻ ചോട്ടിൽ പുത്തങ്കല്ലാടാമെന്നും, ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. നാളെ കിന്നാരക്കുരുവിക്ക് ചോറൂട്, പിന്നെ അണ്ണാറക്കണ്ണന് പാലൂട്ട്, ദൂരെ അപ്പൂപ്പൻ താടിക്ക് കല്യാണം, കുട്ടിന്ന യാനയ്ക്കു നീരാട്ട്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, ഒന്നി മഞ്ചാടിക്കുന്നിലേറാം. താങ്ക് യു. അത് ചന്ദനക്കിണ്ണം ഇന്ന് വെണ്ണിലാക്കണം. ചന്ദനക്കിണ്ണം പുന്നമട കായൽ വീണ ഒരു ചന്ദ്രഗ്രഹണമാണ്. വളരെ സത്യം അത് പാടിയാണ്. കുര്യൻ സാറേ. ഓക്കെ. നന്നായിട്ടുണ്ട്. ആ സാറേ. ഗഫൂർ അഭിനന്ദനങ്ങൾ. കേക്കാം സാറേ, കേക്കാം.
മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ 74ാം ജന്മദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ ദേശീയ ഉത്സവം ചില ദിവസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പം കേരളത്തെ പറ്റി ഒരു ചെറിയ പാട്ടാണ് ഞാൻ പാടുന്നത്. കേരളം കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമിയൻ കേരളം 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 പൂവണി പൊന്നിൻ ചിങ്ങം പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ പൂവണി പൊന്നിൻ ചിങ്ങം പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപ്പൂക്കളാടും ആടും മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപ്പൂക്കളാടും ആടും കേരളം കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമി എൻ കേരളം നീരദമാലകളാൽ പൂവിടും മാനം കണ്ടു നീളാനദി ഹൃദയം പാടും നീരദമാലകളാൽ പൂവിടും മാനം കണ്ടു നീളാനദി ഹൃദയം പാടും തോണിപ്പാട്ടലയും കാറ്റത്തു തുള്ളും മേളം കൈകൊട്ടി പാട്ടുകൾ തന്മേളം തോണിപ്പാട്ടലയും കാറ്റത്തു തുള്ളും മേളം കൈകൊട്ടി പാട്ടുകൾ തന്മേളം കേരളം കേരളം കേളി കദംബം പൂക്കും കേരളം കേരകേളി സദനമി എൻ കേരളം കേരളം കേരളം. താങ്ക് യു. വളരെ നന്നായിട്ട് സാറ്. സാറ് പാട്ടുകാരൻ, ഡോക്ടർ, കർഷകനും കൂടി ഇപ്പൊ കർഷക അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കുര്യൻ സാറിന് IFPHന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ. മാത്രമല്ല ഈ സാറിൽ കേരളം ഉണ്ടെങ്കിലേ ഓണമുള്ളൂ. അപ്പൊ അത് ഓർമ്മിപ്പിച്ച വളരെ നന്നായി ഭംഗിയായിട്ട് സാർ പാടുകയും ചെയ്തു. ഷാലു രാജൻ, ഷാലു പാട്ട് പാടാൻ നേരം ഉണ്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഷാലു രാജൻ. ഇനി പാട്ട് പാടാൻ താല്പര്യമുള്ള ആരും ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഗഫൂർ സാറ് ഇഷ്ടം പോലെ എന്താ പറയുക, പ്രൊഫഷണൽ ഗായകനാണ്. ദിവസവും പ്രോഗ്രാമാണ്. ഇന്നലെ കൊച്ചിയിലുണ്ടല്ലോ സാറേ പ്രോഗ്രാം അല്ലേ? ഇന്നലെയാണ് സാർ. അൺമ്യൂട്ട് ചെയ്യണേ സാർ. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യണേ സാർ. അൺമ്യൂട്ട് ചെയ്യണേ ഗഫൂർ സാറേ. അൺമ്യൂട്ട് ചെയ്യേ. ഇന്നിപ്പോ കൊങ്ങോർപ്പള്ളിയിലേക്ക് കഴിഞ്ഞു വരികയാണ്. ഓ ശരി. കഴിഞ്ഞ ഞായറാഴ്ച കണ്ണൂർ ആദരവ് ഉണ്ടായിരുന്നു. ഓ കണ്ണൂർക്കാരെ വിളിച്ച് ആദരവ് തന്നു. ഇന്ത്യയിലെ ആദ്യമായിട്ട് കരോക്കെ ഗാനമേള കൊണ്ടുവന്നതിന്. അതെ. IFPH നിരന്തരം ആദരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാറേ. അതാണല്ലോ. പറഞ്ഞോ, വേറെ ആരുള്ളേ? അല്ല, ഒരാളിനെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ സാറിന്റെ പാട്ടിന് വളരെ സന്തോഷം. കാരണം പ്രൊഫഷണൽ പാട്ടുകാരനാണല്ലോ. ഓക്കെ, എന്നാ പാടാം. അപ്പൊ ഇത് നമ്മള് പപ്പയുടെ സ്വന്തം അപ്പൂസ ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഇളയരാജ സംഗീതം നൽകി യേശുദാസ് ഹരികാംബോജി രാഗത്തിൽ പാടിയതാണ്. അവർക്ക് നന്ദി. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോ മണിച്ചയ്യ എന്റെ മാരിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ
പിള്ളദോഷം കളയാൻ മുളുപുള്ളോൻ കൂടമേ ഹൊയ്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. കുരുന്നു ചുണ്ടിലോ പരന്ന പാൽമണം, വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലും. നുറുങ്ങു കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും, ഒരമ്മ തന്മനം കുളിർന്ന ഹാസവും. ആനന്ദത്തേരിമ്പത്തേരിൽ ഞാനേ മാനത്തൂടൊങ്ങിങ്ങൊന്നോടിക്കോട്ടെ. ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ. പൂങ്കവിൽ കിളുന്നിൽ ഞാൻ ചാന്ത് കൊണ്ടു ചാർത്തിടാം. എന്നുണ്ണിക്കൻ ചൊല്ലും കണ്ണും കൊണ്ടാപത്തൊന്നേറ്റിടാതിടാൻ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. സരസ്വതി വരം നിറഞ്ഞു സാക്ഷരം, വിരിഞ്ഞിടും ചിരം അറിഞ്ഞിടും മനം. അറിഞ്ഞു മുൻപനായി വളർന്നു കേമനായി, ഗുരു കടാക്ഷമായി വരൂ കുമാരക. അക്ഷരം നക്ഷത്ര ലക്ഷ്യമായാൽ, അച്ഛനേക്കാൾ നിമിടുക്കനായാൽ, നാളത്തെ നാടിന്റെ നാവു നീയേ. മാനത്തോടമ്മയും നമ്മയായാൽ ഏതു ദേശമാകിലും ഏതു വേഷമേകിലും അമ്മതൻ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം കാത്തിടേണമേ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എണ്ണ തെപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോ മനിച്ചയ്യ. എന്റെ മാരിപ്പാളങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ മുളുപുള്ളോൻ കൂടമേ ഹൊയ്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ആ താങ്ക് യു. പാട്ടിന്റെ ആത്മാവിനെ അതുപോലെ സാർ ആവാഹിച്ചു. ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് ഇളയരാജ ആണ് സംഗീതം തോന്നുന്നു. അല്ല സാർ, ഇളയരാജയല്ലേ? ഇളയരാജ അതെ. ബിച്ചു തിരുമല. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ എല്ലാ സംഗതികളും ഭംഗിയായിട്ട് സാർ ആവാഹിച്ചു. വളരെ സന്തോഷം. താങ്ക് യു. ഡോക്ടർ ഷീബ റാണി റെഡിയാണോ? ഡോക്ടർ ഷീബ റാണി അൺമ്യൂട്ട് ചെയ്യാമോ? ആ, ശരി, സ്വാഗതം. ഓക്കെ സർ. ഇപ്പൊ ഗഫൂർ സർ ആ പാട്ട് പാടിയപ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടാന്ന് വിചാരിച്ചത്. അത് മമ്മൂട്ടിയുടെ ഫിലിമിൽ തന്നെ ഉള്ള ഒരു താരാട്ട് പാട്ടാണ്. താരാട്ട് പാട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, കനവും നീ നിനവും നീ വായോ വായോ വാവേ, ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, കനവും നീ നിനവും നീ വായോ വായോ വാവേ. പൂവസന്തം പുലർക്കിനാവിൻ നിനക്കു മൂടാൻ പുതപ്പു
സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനെ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു ആവേ ഉണ്ണിക്കണ്ണായി നിന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ നിൻ മനസ്സിൽ മയിൽ കുരുന്നിൻ കുളിർ നിലാവായി ഞാൻ നിന്റെ കുഞ്ഞു മനമൊരുകുകിൽ നിന്റെ പൂവലിമ നനയുകിൽ നിന്റെ കുഞ്ഞു മനം ഒരുകുകിൽ ആറ്റാനും മാറ്റാനും ഞാനില്ലേ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ ഉണ്ണിക്കണ്ണായി നിന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ താങ്ക് യു. വളരെ നന്നായിരുന്നു. മുമ്പ് ജഗദീഷ് ശ്രീകുമാർക്ക് പറയുണ്ടായി പേര് ഇളയരാജയാണെങ്കിലും ആളൊരു വിളഞ്ഞ രാജയാണെന്നാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൽ എത്രത്തോളം ഭംഗിയായിട്ട് എല്ലാത്തിനും ആവാഹിച്ചു എന്നുള്ള ഇമോഷൻസിനെല്ലാം. കുര്യൻ സാറേ പാട്ട് ഇനി ഉണ്ടോ സാറേ? ആവാനായുള്ള താങ്ക് യു സർ. അത്രയ്ക്ക് ബാക്കിയുണ്ടോ? ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം നീലവാനിലലിയുന്നു രാഗമേഘം നിൻമിഴിയിലലിയുന്നു ജീവമേഘം താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു വർണ്ണമോഹമോ പോയ പുണ്യജന്മമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു വർണ്ണമോഹമോ പോയ പുണ്യജന്മമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം നീലവാനിലലിയുന്നു രാഗമേഘം നിൻമിഴിയിലലിയുന്നു ജീവമേഘം മാധവമോ നവഹേമന്തമോ നിൻമണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ മാധവമോ
നവഹേമന്തമോ നിൻമണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിന്റെ തേൻ മലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ തങ്കച്ചിപ്പിയിൽ നിന്റെ തേൻ മലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിൽ അലിയുന്നു ജീവരാഗം നീലവാനിൽ അലിയുന്നു രാഗമേഘം നിൻമിഴിയിൽ അലിയുന്നു ജീവമേഘം. ഓക്കെ, അന്നേരം വളരെ നന്നായിട്ടുണ്ട്. സാറിലെ ഗായകൻ നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട്. സാറിപ്പോ സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഔപചാരികമായി നന്ദി പറയാൻ ശൈല ഡോക്ടറെ ക്ഷണിക്കുന്നു. ശൈല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. കൂടാതെ ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയുടെ 74-ാം ജന്മദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഈ ദിനത്തിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിനു മുമ്പ് ഈ മലയാളത്തിന്റെ മഹാനടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഇന്ന് നമ്മുടെ ഈ വിശേഷാൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് സീരിയൽ സിനിമ രംഗത്തുള്ള MR ഗോപകുമാർ സാറാണ്. സാറ് ഇന്ന് വന്നില്ലെങ്കിലും നമ്മളോട് വളരെ സ്നേഹവും നമ്മുടെ പല പരിപാടികളിലും പങ്കെടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച്. എന്തോ അസൗകര്യം കൊണ്ട് സാറിന് എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കുകയും മമ്മൂട്ടിയുടെ ഒപ്പമുള്ള നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തത് IFPHന്റെ നെടുന്തൂണായിട്ടുള്ള നമ്മൾക്ക് ഏവർക്കും ആദരണീയനായിട്ടുള്ള ഇസ്മായിൽ സേഠ് സാറാണ്. അദ്ദേഹത്തിനും വളരെ സ്നേഹപൂർവ്വം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അതുപോലെ ആശംസകൾ അർപ്പിച്ച ഫരീദ് ബാവാഖാൻ സാറ് IFPHനോട് ഏറ്റവും ആത്മാർത്ഥതയും IFPHന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല തുറകളിലും വർത്തിച്ചു വരുന്ന സാറ് നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷനിലും എത്തിച്ചേരാൻ സമയം കണ്ടെത്തുകയും കുറച്ച് വാക്കുകൾ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്ത സാറിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഊർമിള ഉണ്ണി മാഡം അവർക്ക് സുഖമില്ലെന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകൾ നമുക്ക് ആയി പങ്കുവച്ച് ഗായകരായി എത്തിയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇന്നത്തെ മുഖ്യതാരങ്ങൾ. അതിലാദ്യം നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായ ഗഫൂർ സാറ്, അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ ഷീബാറാണി ഡോക്ടർ നല്ല ഒരു സൗണ്ടിന്റെ ഉടമയാണ്. നല്ല പാട്ടുകളാണ് ഷീബാറാണി ഡോക്ടറും പാടിയത്. ഇതിൽ പങ്കെടുക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്ത ഡോക്ടർ ഷീബാറാണിക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സുനിൽകുമാറും നല്ല ജയചന്ദ്രൻ ആലപിച്ച ഒരു സോങ് കൂടെ പാടി. വളരെ സന്തോഷം. അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മളോടൊപ്പം ഇപ്പോഴും ഈ പ്രായത്തിലും പാടാനുള്ള കഴിവുകളൊന്നും നഷ്ടപ്പെടില്ല എന്ന് തെളിയിച്ച ഡോക്ടർ കുര്യൻ കുരുവിള സാറ്, അതുപോലെ തന്നെ കർഷക അവാർഡ് കിട്ടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിനും ഈ വേളയിൽ IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച തന്നെ നമ്മുടെ ഡോക്ടർ മനോജ് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഡോക്ടർ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം സൂമിൽ കൊണ്ടുവരുന്നത്. പ്രത്യേകം നന്ദി മനോജ് ഡോക്ടർക്കും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിന് സ്വാഗതം
ആശംസിച്ച ശ്രീ ഷാലു രാജനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമാക്കിയ മറ്റ് നമ്മുടെ ബഹുമാന്യരായ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഹോമിയോപ്പതി സ്നേഹികൾ എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അപ്പൊ നമുക്ക് കുര്യൻ ഗുരുവിള സാറിന് ഒരു അഭ്യർത്ഥനയുണ്ട്. സാറിന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവെക്കണം. പരീസ് സാറും കുര്യൻ ഗുരുവിള സാറും കൂടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം. സാറ് കാർഷിക രംഗത്തുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ സാറാണ്. പരീസ് ബാവക്കാൻ സാറിന് പങ്കുവെക്കാനുണ്ടാകും. കുര്യൻ സാറിനെ നമുക്കൊരു മലയാള സെഷൻ അറേഞ്ച് ചെയ്യണം. അത് നല്ലൊരു കാര്യമാണ്. ഗുരുവായൂർ സാറിനെ ഒരു പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഹോമിയോപ്പതിയിൽ നിൽക്കുമ്പോൾ തന്നെ കർഷക അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അദ്ദേഹവുമായിട്ടൊരു സംഭാഷണത്തിന് ഞാൻ എപ്പോഴും തയ്യാറാണ്, ഒരുക്കമാണ്. ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നു. മുഹൂർത്തം എപ്പോ കുറിക്കാം? സാറ് പറയും ഇന്നത്തേക്ക് പറ്റും. മികച്ച മത്സ്യ കർഷകനുള്ള അവാർഡ്, പിന്നെ ബ്ലോക്ക് ഇപ്പൊ അങ്ങോട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് പറയാൻ പറ്റും. നമുക്കൊന്ന് നോക്കിയിട്ടില്ലേ പറയാനൊക്കെ. സാർ പറയട്ടെ, ആ സമയത്ത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. അതെ, എന്തായാലും മനസ്സിൽ കിട്ടുന്നാലേ പറ്റുള്ളൂ. സാറ് വിദേശത്തേക്ക് പോകുന്നുണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഈ പരിപാടി അവസാനം സമയമായി. നാളെ ദിവസം വീണ്ടും കാണാൻ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.